ഹലോ മൈഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 41-24 എന്ന് പറഞ്ഞിരിക്കുന്ന ചോദ്യ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനകത്തെ ചോദ്യം ഇങ്ങനെയാണ്: പാണ്ഡകളെ സമ്മാനമായിട്ട് സമ്മാനിച്ചുകൊണ്ട് സൗഹൃദത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പ്രതീകമായി ചൈന USA-യും യൂറോപ്പുമായും പാണ്ഡ നയതന്ത്രം പ്രഖ്യാപിച്ചു. റീസൺ എന്ന് പറഞ്ഞത് USA-യുമായി ഔദ്യോഗിക നയതന്ത്രം സ്ഥാപിക്കാൻ ചൈന പിങ് പോങ് നയതന്ത്രം പ്രഖ്യാപിക്കുകയും ടേബിൾ ടെന്നീസ് ടീമിനെ അയക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിനകത്തെ ആൻസർ ഏതാണ് നമുക്ക് നോക്കുന്നതിന് മുമ്പ് എന്താണ് ഈ പറയുന്ന പാണ്ഡ നയതന്ത്രവും അതുപോലെ തന്നെ പിങ് പോങ് നയതന്ത്രവും എന്നിട്ടുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. വളരെ സിമ്പിൾ ആണ്, നോക്കാം. അതായത് 1949 സ്ഥാപിതമായതു മുതൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന വിദേശ മൃഗശാലകൾക്ക് ഗുഡ്വിൽ ആനിമൽ അംബാസിഡർമാരായി പാണ്ഡകളെ സമ്മാനമായി നൽകുകയോ കടം കൊടുക്കുകയോ ചെയ്തുകൊണ്ട് അതിന്റെ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഇമേജ് കൂട്ടാൻ വേണ്ടിയിട്ട് പാണ്ഡ നയതന്ത്രം ഉപയോഗിച്ചു. അപ്പൊ അതായത് 1949 മുതൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന വിദേശ രാജ്യങ്ങളിലുള്ള സൂകൾക്കൊക്കെ ഒരു ഗുഡ്വിൽ അംബാസിഡർ ആയിട്ട് പാണ്ഡകളെ സമ്മാനം കൊടുക്കുകയോ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുകയോ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ഇവര് നയതന്ത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പം സോവിയറ്റ് ഭരണകൂടത്തിന്റെ തുടക്കം ഇട്ട ഒക്ടോബർ വിപ്ലവത്തിന്റെ 40-ാം വാർഷികം ആഘോഷിക്കുന്നതിനായി 1957 മുൻ ചൈനീസ് നേതാവ് മാവോ സേ തൂങ് മുൻ സോവിയറ്റ് യൂണിയന് പിങ് പാങ് എന്ന് പറയുന്ന പാണ്ഡ സമ്മാനമായിട്ട് ആദ്യമായിട്ട് നൽകി. അതായത് ഒക്ടോബർ വിപ്ലവത്തിന്റെ 40-ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് മാവോ സേ തൂങ് 1957 സോവിയറ്റ് യൂണിയന് ഏത് പാണ്ഡെ സമ്മാനമായിട്ട് നൽകി? പിങ് പാങ് എന്ന് പറഞ്ഞ പാണ്ഡെ സമ്മാനമായി നൽകി ഒക്ടോബർ വിപ്ലവത്തോടനുബന്ധിച്ച്. ഇനി സോഷ്യലിസ്റ്റ് സഖ്യകക്ഷികളുമായി ബന്ധം കൂടുതൽ ഉറപ്പിക്കുന്നതിനായി ചൈന 1959 സോവിയറ്റ് യൂണിയനിലേക്ക് ഒരു പാണ്ഡേനെ കൂടി അയച്ചു. വീണ്ടും 1959 65-നും 80-നും ഇടയിൽ 5 പാണ്ഡകൾ കൂടി ഉത്തര കൊറിയയിലേക്ക് അയച്ചു. അപ്പം സോഷ്യലിസ്റ്റ് സഖ്യകക്ഷികളുമായിട്ട് ബന്ധം ഉറപ്പിക്കുന്നതിനായിട്ട് സോവിയറ്റ് യൂണിയൻ 59 ഒരു പാണ്ഡയെ കൂടെ കൊടുത്തു. ആദ്യം കൊടുത്തതിന്റെ പേരാണ് പിങ് പിങ് എന്ന് പറയുന്നത്. ഇനി വീണ്ടും ഒരു പാണ്ഡയെ കൂടെ കൊടുത്തു. ഇനി ഉത്തര കൊറിയയ്ക്ക് വീണ്ടും 65 മുതൽ 80 വരെ ഇടയിൽ 5 പാണ്ഡകളെ കൂടി ആര് കൊടുത്തിട്ടുണ്ട്? ചൈന കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി 1972 അന്നത്തെ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ ചരിത്രപരമായ സന്ദർശനത്തിന് ശേഷം ചൈന US ബന്ധം സാധാരണ നിലയിലാക്കിയതിന്റെയും ചൈനയുടെ വിദേശ നയത്തിലെ ഒരു നിർണായക നിമിഷത്തിന്റെയും അടയാളമായി ബീജിംഗ് 2 പാണ്ഡകളെ ലിങ് ഹസിങ് എന്നിവ അമേരിക്കയ്ക്ക് സമ്മാനമായിട്ട് നൽകി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതായത് കുറെ നാളുകൾക്ക് ശേഷമാണ് അമേരിക്ക ആരുമായിട്ട് ബന്ധം പുലർത്തിയത്? ചൈനയുമായിട്ട് ബന്ധം പുലർത്തിയത്. അപ്പം റിച്ചാർഡ് നിക്സൺ വന്നതൊക്കെ ചരിത്രപരമായിട്ടുള്ള ഒരു സന്ദർശനം തന്നെയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. ശീത യുദ്ധവുമായിട്ടൊക്കെ ബന്ധമുണ്ട് അതിനെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ 2 പാണ്ഡകളെ ആര് കൊടുത്തു? ചൈന വീണ്ടും 72 നിക്സൺ വന്ന സമയത്ത് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. വീണ്ടും ജപ്പാൻ, ഫ്രാൻസ്, ബ്രിട്ടൻ, സ്പെയിൻ മറ്റ് രാജ്യങ്ങൾക്കും പാണ്ഡകൾ ആര് നൽകി? ചൈന ഇങ്ങനെ നയതന്ത്രത്തിന്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട്. 1984 മുതൽ ചൈനയിൽ പാണ്ഡകളുടെ എണ്ണം കുറയുന്നതിന് കാരണം അവയെ സമ്മാനമായി നൽകുന്നത് നിർത്തി. പകരം വിദേശ മൃഗശാലകൾക്ക് കടം കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പലപ്പോഴും 10 വർഷത്തേക്ക് ജോഡികളായി ഏകദേശം $1 മില്യൺ വരെ വാർഷിക ഫീസ് ഈടാക്കി. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇതിനെ പറ്റിയിട്ടൊന്ന് അറിഞ്ഞാൽ മതി. ഇങ്ങനെയുള്ള അസർഷൻ റീസൺസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് പോകണം. അത്ര മാത്രമേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. അപ്പം ചൈനയിൽ പാണ്ഡകളുടെ എണ്ണം കുറഞ്ഞ 1984 മുതൽ അപ്പൊ അതുവരെ അവർ ഗിഫ്റ്റ് കൊടുക്കുന്ന സംഭവങ്ങൾ വീണ്ടും കടമായിട്ട് കൊടുക്കാൻ തുടങ്ങി. ജോഡികളായിട്ട് 10 വർഷത്തേക്കൊക്കെ എഗ്രിമെന്റിലൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന് വാർഷിക ഫീസ് $1 മില്യൺ വരെയൊക്കെ ഇവര് ഈടാക്കിയിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ കാനഡ, ഫ്രാൻസ്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുമായുള്ള യുറേനിയം ഇടപാടുകൾക്കും കരാറുകൾക്കും ചൈന ആരെ ഉപയോഗിച്ചു? ഈ പാണ്ഡകളെ പാട്ടത്തിന് നൽകി യോജിച്ചു. മനസ്സിലായോ? അതായത് ആ ഒരു കോൺട്രാക്റ്റിന് പകരം പൈസയൊക്കെ കൊടുക്കേണ്ടതിന് പകരം ഈ പാണ്ഡകളെ പാട്ടത്തിന് നൽകുന്ന ഒരു പ്രോസസ് ആര് ചെയ്തുകൊണ്ടിരുന്നു? ചൈന. കാനഡ, ഫ്രാൻസ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് ഏത് ഇടപാടുകളുമായിട്ട്? യുറേനിയം ഇടപാടുകൾ എന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കണം. അതാണ് നമ്മുടെ ഈ പാണ്ഡ തിയറി എന്ന് പറയുന്ന സംഭവം. ഇനി ഈ പിങ് പോങ് നയതന്ത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്
അത് അമേരിക്കയും ചൈനയും തമ്മിൽ നടന്നതാണ് പിങ് പോങ് തന്ത്രം എന്ന് പറയുന്നത്. ആക്ച്വലി ഇതെന്താണ്, ടേബിൾ ടെന്നീസുമായി ബന്ധപ്പെട്ടൊരു പദം എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്കകത്ത് ഓൾറെഡി വന്നിട്ടുള്ളല്ലോ, പിങ് പോങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതൊന്ന് ഓർത്തു വെച്ചിരിക്കണം. അപ്പൊ അതായത് 1970കളുടെ തുടക്കത്തിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ടേബിൾ ടെന്നീസ് കളിക്കാരുടെ കൈമാറ്റത്തെ സൂചിപ്പിക്കുന്ന ഒരു തന്ത്രമാണ് പിങ് പോങ് നയതന്ത്രം എന്ന് പറഞ്ഞത്. അതും ആരൊക്കെ തമ്മിലാണ്? അമേരിക്കയും ചൈനയും തമ്മിലുള്ളതാണ്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിലെ ഒരു വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്നുണ്ടോ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. 1971 ജപ്പാനിലെ നഗോയയിൽ നടന്ന ലോക ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ കളിക്കാരായ ഗ്ലെൻ കോവാനും ഷുവാങ് സെദോങ്ങും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ഫലമായി ആരംഭിച്ചു. ഇനി ഇരുപക്ഷവും ഇടപഴകാനും അപ്പൊ അതായത് ഒരു 20 ഇയേഴ്സോളം അമേരിക്കയും ചൈനയും തമ്മിൽ വലിയ നയതന്ത്ര ബന്ധമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ 1970 ആയപ്പോഴാണ് വീണ്ടും ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യത്തക്ക രീതിയിൽ പിങ് പോങ് നയതന്ത്രം എന്നുള്ള രീതിയിൽ ഓട്ടോമാറ്റിക്കലി ഇവർ ഈ ഒരു സംഭവം പഴറ്റിയത്. അതായത് സ്പോർട്സുകാരാണെങ്കിൽ പോലും ഞങ്ങൾ അമേരിക്കയുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാം എന്നിട്ടുള്ള രീതിയിൽ അവരൊന്ന് ആ ഒരു രീതിയിൽ ഇടപെട്ടതാണെന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പൊ ഇരുപക്ഷവും ഇടപഴകാനും സംഭാഷണത്തിൽ ഏർപ്പെടാനും തയ്യാറാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ഇടപെടലുകൾ നയതന്ത്ര മുന്നേറ്റത്തിന് കാരണമായി. കൈമാറ്റവും അതിന്റെ പ്രൊമോഷനും ഓരോ രാജ്യത്തെയും ആളുകളെ മറ്റൊരു രാജ്യത്തെ ജനങ്ങളിലെ മനുഷ്യത്വം തിരിച്ചറിയാൻ സഹായിച്ചു. കൂടാതെ 1972 പ്രസിഡന്റ് റിച്ചാർഡ്, ഇപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, നിക്സണ് ബീജിംഗ് സന്ദർശനത്തിനും ഷാങ്ഹായ് കമ്മ്യൂണിക്കിനും ഇത് വഴി ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അതായത് ഈ പറയുന്ന പിങ് പോങ് നയതന്ത്രം എന്നത് അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു ആക്ച്വലി ഒരു നയതന്ത്രത്തിന് മുൻപ് ഉണ്ടായിരുന്ന ഈ ഒരു ടെന്നീസ് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റ് ചെയ്ത് ഒരു നയതന്ത്രം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ ഒരു സംഭവം ഉണ്ടായത് കൊണ്ടാണ് ആക്ച്വലി ആരിവിടെ വരാൻ കാരണം. 1972 പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ എവിടോട്ടേക്ക് വന്നത്? ചൈനയിലേക്ക് വന്നതിന് കാരണം. അപ്പൊ 1972 ഫെബ്രുവരി 28 പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ ചൈന സന്ദർശന വേളയിൽ പുറത്തിറക്കിയ ഒരു നിർണായക നയതന്ത്ര രേഖയായിരുന്നു. അടുത്ത വേറൊരു രേഖയാണ് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് വേറെ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഷാങ്ഹായ് കമ്മ്യൂണിക്കുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട്. US ചൈന ബന്ധങ്ങളിൽ ഇതൊരു പ്രധാന മാറ്റത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇരു രാജ്യങ്ങളും തങ്ങളുടെ വ്യത്യാസങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ബന്ധം മെച്ചപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധരായി. ആത്യന്തികമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനത്തിന് വേദിയൊരുക്കി. അപ്പൊ ഇവിടെ നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാണ്ഡകളെ സമ്മാനിച്ചുകൊണ്ട് സൗഹൃദത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പ്രതീകമായി ചൈന USA-യും യൂറോപ്പുമായും പാണ്ഡ നയതന്ത്ര ബന്ധം പ്രഖ്യാപിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും മനസ്സിലാക്കിയപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഇവർ ഈ ഒരു നയതന്ത്ര ബന്ധം ശരിയാണ്. അതായത് പാണ്ഡ നയതന്ത്രം ഇവരെന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്? സൗഹൃദത്തിന്റെയും സൗഹാർദ്ദത്തിന്റെ പരമായിട്ട് ഗിഫ്റ്റ് കൊടുക്കാനും കടം കൊടുക്കാനും ഒരു ഐശ്വര്യ സൂചകമായിട്ടൊക്കെയാണ് ചൈന ഇത് ആൾക്കാരെയൊക്കെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. പാണ്ഡ എന്ന് പറഞ്ഞിരിക്കുന്നത് അത്രയും നല്ലൊരു ജീവിയാണ്, ഇതൊക്കെയുള്ള രീതിയിലാണ് ഇത് പ്രചരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ കൊണ്ടുപോയിട്ട് യൂറോപ്പുകാർക്ക് നയതന്ത്ര ബന്ധവും ഉണ്ട്, കൂടാതെ യുറേനിയം പോലെയൊക്കെയുള്ള കാര്യങ്ങളും എല്ലാം ഗിഫ്റ്റായിട്ടും കൊടുക്കുന്നു. അവരുടെ സോയിൽ പ്രദർശിപ്പിച്ച് അവർക്ക് കാശ് വാങ്ങിക്കാം എന്നുള്ള രീതിയിലും ഇവര് അതിനെ ബിസിനസ് ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിൽ പിന്നെ ഇതിനെ ഗിഫ്റ്റ് ചെയ്യുകയും വാടകയ്ക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് പാണ്ഡ നയതന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയും അത് നമുക്ക് മാവോ സേതൂങ് മുതൽ അല്ലെങ്കിൽ ഇവരുടെ ആര് മുതൽ സ്റ്റാർട്ട് ചെയ്തു? ചൈന ഉണ്ടായ ടൈം മുതൽ തന്നെ 1949 മുതൽ തന്നെ ഉണ്ടായതായിട്ട് ഇത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒരു അവബോധം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അത്രയും മതി. ഇനി അടുത്തത് USA-യുമായിട്ട് ഔദ്യോഗിക നയതന്ത്രം സ്ഥാപിക്കാൻ ചൈന പിങ് പോങ് നയതന്ത്രം പ്രഖ്യാപിക്കുകയും ടേബിൾ ടെന്നീസ് ടീമിനെ അയക്കുകയും ചെയ്തു. അതായത് ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞത് ഓപ്ഷൻ ബി ആണ്. ഇത് രണ്ടും നമുക്ക് ശരിയാണ്. അതായത് ഓപ്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ആറും ശരിയാണ്. പക്ഷേ എയുടെ ശരിയായിട്ടുള്ള വിശദീകരണം അല്ല ശരിക്കും പറഞ്ഞാൽ ആറെന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഈ പറയുന്ന പിങ് പോങ് നയതന്ത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ ആ ഒരു ടൈമില് സോവിയറ്റ് യൂണിറ്റുമായിട്ടാണ് ആക്ച്വലി ചെയ്തുകൊണ്ടിരുന്നത്. ഈ പാണ്ഡ നയതന്ത്രം ചൈനയും സോവിയറ്റ് യൂണിയനും ഒക്കെയാണ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത്. ഈ റിച്ചാർഡ് നിക്സൺ ഇവിടെ വന്നതിനെ തുടർന്നിട്ടാണ് എന്ത് കൊടുത്തത്? ഈ പാണ്ഡ അവർക്ക് കൊടുത്തത്. മനസ്സിലായോ? അപ്പൊ തിരിച്ചാണ് വരുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങളും കണ്ടന്റ് ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. ഇത് ടേബിൾ ടെന്നീസ് ടീമിനെ അയച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചു. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്?
ഈ പറഞ്ഞിരിക്കുന്നത് അതായത് ഓപ്ഷൻ എ ബിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് അസേർഷനും റീസണും ശരിയാണ്, എന്നാൽ എയുടെ ശരിയായ വിശദീകരണം അല്ല എന്നാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് പാണ്ഡ നയതന്ത്രം എന്ന് പറഞ്ഞാൽ പാണ്ഡ്യ ഗിഫ്റ്റ് കൊടുക്കുന്നത്, അതുപോലെ വാടകയ്ക്ക് കൊടുക്കുന്നതും, ചൈന പല കാര്യങ്ങൾ അത് വെച്ച് പൈസ വാങ്ങിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ചെയ്യുന്നു, ആ ഒരു രീതിയിൽ പാണ്ഡ നയതന്ത്രം ചെയ്യുന്നു. ഇനി അതിനുശേഷം ഇവരെ എന്ത് ചെയ്യുന്നുണ്ട്? 1972 കുറെ വർഷങ്ങൾക്ക് ശേഷം 20 വർഷത്തോളം ചൈനയും അമേരിക്കയും തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ലാതിരുന്നു. പിന്നെ വീണ്ടും പിന്നെ പിങ് പോങ് നയതന്ത്രത്തിന് ശേഷമാണ് ആര് ഇങ്ങോട്ടേക്ക് വന്നത്? ഈ പറഞ്ഞിരിക്കുന്ന റിച്ചാർഡ് നിക്സൺ വന്നപ്പോ ആ ടൈമിലാണ് ഈ പിന്നെ ആരെ കൊടുത്തത്? ഈ പാണ്ഡേനെയൊക്കെ കൊടുത്തത്. അപ്പൊ അത് ജസ്റ്റ് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷെ ഇങ്ങനെയല്ല വരുന്നത്. രണ്ടും പിന്നെ കണ്ടന്റ് ശരിയാണ്, പക്ഷെ ഒന്നിന്റെ ശരിയായിട്ടുള്ള വിശദീകരണമല്ല എന്നത് മാത്രമാണ് ഇവിടുത്തെ വരുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. അപ്പൊ ശരി, എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.